ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയാണോ ഇതിന് കാരണമാകുന്നതെന്നും ചർച്ചകൾ പുകയുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 2026 ജനുവരിയിലെ DA, DR വർധനവിനായി കാത്തിരിക്കുകയാണ്. ഏപ്രിൽ മാസം പകുതിയായിട്ടും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇനി പ്രഖ്യാപനം എന്ന് നടത്തുമെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. DA വർധനവ് പ്രതിമാസ ശമ്പളവും പെൻഷനും നേരിട്ട് വർദ്ധിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ഒരു ചെറിയ മാറ്റം പോലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നു തന്നെയാണ്. മാത്രമല്ല, നിലവിൽ മാർച്ചിലെങ്കിലും പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനമില്ലാത്തത് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആശങ്ക വേണ്ട എന്ന് വിദഗ്ധർ പറയുന്നു. ഈ പ്രക്രിയ ഒരു നിശ്ചിത സമയപരിധി പാലിക്കുന്നുവെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ജനുവരിയിലെ DA പ്രഖ്യാപനങ്ങൾ മാർച്ചിലാണ് നടപ്പിലാക്കുന്നത്. സാധാരണ ഹോളിയോടനുബന്ധിച്ചാണ് സർക്കാർ DA വർധനവ് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഏപ്രിൽ ആദ്യവാരത്തിന് ശേഷവും വിഷു ആകാനായിട്ടും പ്രഖ്യാപനവും അപ്ഡേറ്റും എത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് DAയും പെൻഷൻകാർക്ക് DRും വർഷത്തിൽ 2 തവണയാണ് മാറ്റം വരുത്താറുള്ളത്. ജനുവരി 1-നും ജൂൺ 1-നുമാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്നിരുന്നാലും 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 2016 ജൂണിൽ നടപ്പിലാക്കിയതിനു ശേഷം DA പ്രഖ്യാപനത്തിൽ ഇത്രയും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മോദി സർക്കാർ 2025 ജനുവരി മുതൽ DA വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏപ്രിൽ 2-നാണ്. അതുപോലെ 2024 DA വർധനവ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഏപ്രിൽ 3-ന് പുറപ്പെടുവിച്ചിരുന്നു. കോവിഡ് കാലയളവിൽ, അതായത് 2019 ഒക്ടോബർ 14 മുതൽ 2021 ജൂലൈ 20 വരെ 18 മാസത്തേക്ക് സർക്കാർ DA 17% മരവിപ്പിച്ചിരുന്നു. 2020 ഏപ്രിൽ 23-ന് ഇതിനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ കാലതാമസം നേരിടുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. പശ്ചിമേഷ്യയിലെ സംഘർഷമാണോ ഇതിന് കാരണമെന്നാണ് സംശയങ്ങൾ. കാരണം സർക്കാർ സാമ്പത്തിക സമ്മർദ്ദത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ DA വർധനവ് പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31-നാണ് അവസാനിച്ചത്. ഈ കമ്മീഷന് കീഴിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ DA വർധനവ് തുടർന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 2ാം ആഴ്ചയിൽ ക്ഷാമബദ്ധ വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ക്ഷാമബദ്ധ വർധനവ് സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് മാത്രമല്ല, ഡിയർനെസ് റിലീഫ് പ്രകാരം പെൻഷൻകാർക്കും അതേ വർധനവ് ലഭിക്കാനാണ് സാധ്യത. ശതമാനം സമാനമായിരിക്കും. വിരമിച്ചവർക്കാണ് ഇതിന്റെ ആഘാതം പലപ്പോഴും കൂടുതൽ ശ്രദ്ധേയമാകുന്നതെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.